ഹലോ. സോ ഞാൻ ലാസ്റ്റ് വീഡിയോയിലും ജസ്റ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിലും ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. ബട്ട് ഞാനൊരു മലയാളിയാണ്. ഞാൻ ഇന്ത്യയുടെ പുറത്ത് താമസിക്കുന്ന ഒരു ഫെല്ലോ മലയാളിയാണ്. അതെ. ഞാൻ വീടൊക്കെ വിട്ട് കഥയുടെ സമയമാണ് കേട്ടോ. കഥ കേൾക്കാൻ റെഡിയായവർ മാത്രം ഇരുന്നാൽ മതി. അല്ലേ നെക്സ്റ്റ് വീഡിയോ തപ്പിപ്പോയിക്കോ പോലെ കേട്ടോ. സോ ഞാൻ നാട്ടിൽ സുഖമായി ഹാപ്പിയായി ജീവിച്ചൊരു മലയാളിയാണ്. നാട്ടിലും പുറത്തുമായി ജോലിയും പഠിത്തവും പാരൻസിൻ്റെ ഒറ്റ മോളും കൂടെയാണ് കേട്ടോ. പക്ഷേ എല്ലാ ടീനേജേഴ്സിനും വരുന്ന പോലെ എനിക്കൊരു ചെറിയ ചൊറി. എൻ്റെ വീട്ടുകാർ ഇത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അവർക്കെന്നെ ഇഷ്ടമല്ല, അവരെൻ്റെ ഹാപ്പിനെസ്സിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഒരു റിബൽ കിഡിനെ പോലെ പെരുമാറി. ഇവരുടെ അടുത്ത് നിന്നൊക്കെ ദൂരെ പോയി ജീവിച്ചാലേ എനിക്ക് സന്തോഷമാവത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെ വീടൊക്കെ വിട്ട് ദൂരെ പോയി വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. ആ ഡിസ്റ്റൻസ് കൂടി വന്ന് മാക്സിമം ഡിസ്റ്റൻസ് എന്നൊക്കെ പറയത്തില്ലേ, ഞാൻ മാർസിൽ പോയെന്നൊന്നല്ല, പക്ഷെ മാക്സിമം ഡിസ്റ്റൻസ് എനിക്ക് പോകാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസിലെത്തിയപ്പോഴാണ് എനിക്ക് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, എന്നെ എൻ്റെ അച്ഛനും അമ്മയും സ്നേഹിച്ച അത്രയും ആരും സ്നേഹിച്ച് കാണത്തില്ല. എന്നെ എൻ്റെ അടുത്തറിയുന്നവർ അറിഞ്ഞ പോലെ ആർക്കും അറിയാനും പറ്റത്തില്ല, എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ല. അതിനർത്ഥം എനിക്കിവിടെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടില്ല എന്നൊന്നും അല്ല കേട്ടോ. എനിക്ക് നല്ല ഫ്രണ്ട്സിനെ എൻ്റെ ഈ അഡൾട്ട് ലൈഫിൽ, ഞാനൊരു പ്രായപൂർത്തിയായ കൊച്ചാണ്, ഈ പ്രായത്തിൽ എനിക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഷാഡോയിൽ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് കിട്ടത്തില്ല. അവർ സ്നേഹിച്ച അത്രയും നമ്മളെ ആർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ടൊരു വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവർ സ്നേഹിച്ച അത്രയും, അവർ മനസ്സിലാക്കിയ അത്രയും നമ്മളെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് സ്വന്തം നമ്മുടെ മക്കൾക്ക് പോലും പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയും ദൂരെ വന്ന് കിടന്നു, ഇനി ഗിവപ്പ് ചെയ്ത് തിരിച്ചു പോകാൻ ഒരു ചെറിയ മടിയുണ്ട് കേട്ടോ. ഇല്ലല്ലേ എപ്പോൾ പോയും തിരിച്ച് നാട്ടിലോട്ട്. അങ്ങനെ വന്ന് കിടക്കുന്ന കുറേ മനുഷ്യന്മാരിൽ ഒരു മനുഷ്യനാണ് ഞാൻ. ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പുറത്ത് വന്ന് പഠിക്കണം, വർക്ക് ചെയ്യണം, ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവരോട് വരരുത് എന്നല്ല പറയുന്നത്. ഇതൊരു എക്സ്പീരിയൻസാണ്. ഇതിന്ന് കുറേ പഠിക്കാൻ കിട്ടും. ഞാൻ ഭയങ്കരമായി മെച്ചുവേർഡായി പുറത്ത് വന്ന് ഈ എക്സ്പീരിയൻസസ് കാരണം. പക്ഷേ അതൊരിക്കലും നമ്മുടെ കുടുംബത്തിൽ ഉള്ളവരെ വിട്ട് ദൂരെ പോകണമെന്ന് വിചാരിച്ചിട്ടാവരുത്. അവരെയും ചേർത്ത് പിടിക്കാൻ മാക്സിമം നോക്കുക, അത്രേ ഉള്ളൂ. ഞാനൊരു ഓവർ തിങ്കറാണ്. വേറൊരു ഓവർ തിങ്കറിനെ മനസ്സിലാവത്തുള്ളൂ എൻ്റെ ഈ തോട്ട്. ചിലപ്പോൾ ഒരു റാൻഡം ട്യൂസ്ഡേ ആലോചിച്ച് കൂട്ടാൻ എനിക്കിത് പറ്റിയിട്ടുണ്ട്. അതെൻ്റെ ഓവർ തിങ്കിങ് ബ്രെയിൻ കാരണമാണ്. അപ്പോൾ ഫ്രം എ ഫെല്ലോ ഓവർ തിങ്കർ ടു അനദർ, അഡിയോസ് അമീഗോസ്.